ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കം. DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു. ഫലം 2 ദിവസത്തിനകം. നാടൊന്നാകെ കുടുംബത്തിനൊപ്പം നിന്നുവെന്ന സഹോദരി. കർണാടക സർക്കാരും സാധ്യമായതെല്ലാം ചെയ്തെന്നും അഞ്ജു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലെ തുടരന്വേഷണത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ ഇന്ന്. ക്രൈംബ്രാഞ്ചോ പ്രത്യേക സംഘമോ അന്വേഷിക്കാൻ സാധ്യത. ആദ്യഘട്ടത്തിൽ അന്വേഷണം ഗൂഢാലോചന കേന്ദ്രീകരിച്ച്. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ. സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് ജാമ്യഹർജിയിൽ സിദ്ദിഖ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും ആവശ്യം. തൃശൂരിലെ വൻ സ്വർണ്ണ കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. പത്തംഗ സംഘത്തിനായി അന്വേഷണം ഊർജിതം. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് കവർന്നത് 2.5 കിലോ സ്വർണം. ലബനനിൽ ഇസ്രയേൽ കരയുദ്ധത്തിന്. വ്യോമാക്രമണം കരയുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 72 പേർ കൊല്ലപ്പെട്ടു, 400 പേർക്ക് പരിക്ക്. മേഖലയിൽ വെടിനിർത്തലിന് ശ്രമവുമായി ഫ്രാൻസും അമേരിക്കയും.